നിശ്ചയായിട്ടും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച പുച്ഛിച്ച വചന പ്രഘോഷണ സംഘത്തിലെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ദൈവവചനം കൂടുതൽ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിനും ആ സ്വീകരണം വഴി വചനം നമ്മളുടെ ആധ്യാത്മിക പോഷക ആഹാരം ആയി മാറ്റുന്നതിനുമൊക്കെയുള്ള വലിയൊരു പരിശ്രമത്തിൻ്റെ ഫലമാണല്ലോ ഈ സന്ധ്യയിൽ ഈ വലിയ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞ് വിശ്വാസികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട വികാരിസിനെ പ്രത്യേകം അനുമോദിക്കുന്നു. അച്ഛൻ്റെ കരുതലുള്ള ജപാലന സാമർഥ്യമാണ് ഇതുപോലെ നിങ്ങളെല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട അച്ഛനെയും ഞാൻ ഈ സന്ധ്യയിൽ ഒരു തിരുവചനം മാത്രം നിങ്ങളുമായിട്ട് 2-3 നിമിഷങ്ങളൊന്ന് പങ്കുവയ്ക്കുകയാണ്. അത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നിന്നുള്ളത്. ശീമോനെ, ഇതാ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ കൊഴിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. ബൈബിളിലെ ലൂക്കായുടെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ 2 തിരുവചനങ്ങളാണത്. സാത്താൻ നമ്മളെ ശല്യപ്പെടുത്തുന്നു വിശ്വാസത്തിൻ്റെ മേഖലയിൽ. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് നമ്മളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എന്നും എല്ലാ കാലവും വിശ്വാസ ലോകത്ത് ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. 23-ാം ജോൺ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, വിശ്വാസ വിഷയവുമായിട്ട് സംസാരിച്ച അവസരത്തിൽ പറഞ്ഞതാണ്, ദ ഡെവിൾ നെവർ ടേക്സ് റെസ്റ്റ് ഓർ വെക്കേഷൻ. പിശാച് ഒരിക്കലും വിശ്രമിക്കുകയില്ല, അവധിയുമെടുക്കുകയില്ല. നമ്മളൊക്കെ ഒരുപാട് ജോലി ചെയ്ത് കഴിയുമ്പം അവധിയെടുത്തു, വിശ്രമം ആവശ്യമാണ്. പക്ഷേ ഡെവിൾ നെവർ ടേക്സ് വെക്കേഷൻ ഓർ റെസ്റ്റ്. അതാണ് നമുക്ക് ഏറ്റവും ഭീഷണിയായിട്ടുള്ളത്. വിശ്വാസ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അലട്ടുന്നതും അതാണെന്ന് നമുക്കറിയാമല്ലോ. ജോബിൻ്റെ ജീവിതം നമുക്ക് പരിചയമുള്ളതാണ്. ആ ജോബിനെ പരീക്ഷിക്കാൻ ദൈവം അനുവദിക്കുകയാണ്. പിശാചിനെ വിട്ട് ജോബിൻ്റെ നിലപാടുകൾ പരിശോധിക്കാൻ ദൈവം തന്നെ അനുവദിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പൈശാചികമായിട്ടുള്ള ആ ഒരു മേഖലയിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് മാറിപ്പോകാൻ സാധ്യവുമല്ല. ഈശോ തന്നെയും ഇതുപോലുള്ള കൊഴിക്കൽ, പാറ്റൽ നടത്തിയിട്ടുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 3:12 പറയുന്നു, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി തന്റെ ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയും. ഒരുതരം കൊഴിക്കലാണത്. അപ്പോൾ വിശ്വാസത്തിന്റെ മേഖലയിൽ ഇന്ന് നമ്മൾ ആയിരിക്കുമ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞ ആ കാര്യം, പത്രോസിന്റെ അമിത ആത്മവിശ്വാസത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയാണ് അത്. നമുക്കറിയാം, പത്രോസ് പറഞ്ഞല്ലോ, നിന്നോട് കൂടെ കാരാഗ്രഹത്തിലേക്കും മരണത്തിലേക്കും വരേണ്ടി വന്നാലും നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു കാര്യം, നിന്നിലുള്ള വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ വരികയില്ല. ആ കാര്യമേ ചിന്തിക്കണ്ട, അങ്ങനെ ഒരിക്കലും നടക്കുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. പക്ഷേ
ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഈശോ പ്രാർത്ഥിച്ചത് ഗുരുവിന്റെ ഒരു സമ്മാനമായിട്ടാണ്. ഈശോയ്ക്കറിയാമായിരുന്നു പത്രോസ് ഉപേക്ഷിക്കുമെന്നും അറിയുകയില്ല എന്ന് പറയുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഈശോയ്ക്ക് വ്യക്തമായിരുന്നു. പത്രോസ് പറഞ്ഞല്ലോ, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. നമ്മൾ വിശ്വാസ വർഷത്തില് വിശ്വാസത്തിന്റെ ആഴങ്ങൾ പരിശോധിക്കുമ്പോൾ കാരാഗ്രഹത്തിലേക്കും മരണത്തിലേക്കും പോകേണ്ടി വന്നാലും നിന്നിലുള്ള വിശ്വാസം ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് പത്രോസ് ഒരു ദുർബല നിമിഷത്തിൽ പറയുകയാണ്, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. വേദപുസ്തകത്തിന്റെ കാതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പത്രോസിന് ഈശോ എത്തിയിരിക്കുന്ന ആ ഒരു വലിയ ആധ്യാത്മിക ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പത്രോസ് വാളെടുത്തപ്പോൾ വാള് പുറകിലിടാൻ പറഞ്ഞു. അതുപോലെ ഒരുപാട് ശകാരങ്ങൾ കേട്ടു. ഈശോ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ട് ശാരീരികമായ ദ്രോഹങ്ങൾക്ക് ഇടവന്ന് ബലഹീനനായിട്ട് നിൽക്കുകയാണ്. പത്രോസ് വിചാരിച്ചത് അത്ഭുതകരമായ രീതിയിൽ കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കുന്നു. പത്രോസ് ഞാൻ ഈ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞത് ഇതുപോലെയൊക്കെ കാണിക്കുന്ന ഈ ഈശോയെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണല്ലോ. വീട്ടിലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ പറയുമല്ലോ, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, എനിക്ക് നിങ്ങളെ പിടികിട്ടുന്നില്ല. പത്രോസ് പറഞ്ഞതാണ്, ഇതുപോലെയൊക്കെ പറയുന്ന മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന, വാനും പരിചയം ഒന്നും വേണ്ടെന്ന് പറയുന്ന, മുറിവുകളായിട്ട് നിൽക്കുന്ന ആ ഈശോയെ എനിക്കറിയത്തില്ല. അതാണ് പത്രോസ് പറഞ്ഞത്. അവനെ എനിക്കറിയത്തില്ല. ഇതുപോലെ പിടിക്കപ്പെടാൻ മരണത്തിലേക്ക് കാലുപൊത്തി നിൽക്കുന്ന ആ മനുഷ്യനെ എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന വേറൊരു ഈശോ ഉണ്ട്. അത് പത്രോസ് അവിടെ പറയാതെ പറയുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ ചിലപ്പോഴെല്ലാം വിശ്വാസ മേഖലയിൽ ഇതുപോലെയുള്ള ഉപേക്ഷകൾ നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ടല്ലോ. സഭയെ സംബന്ധിച്ച് ഓരോ ശുശ്രൂഷയും അതിൻ്റെ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പത്രോസിന് വലിയ അധികാരമുണ്ട്, എല്ലാവരെയും ശക്തിപ്പെടുത്തുന്നു. അതിൻ്റെ ഒരംശം നമ്മളിലെല്ലാം ഉണ്ട്. മേലധ്യക്ഷന്മാരിലും വൈദികരിലും ഒരു സത്യവിശ്വാസിയിലും എല്ലാം പത്രോസിന് ദൈവം കൊടുത്ത ആ പ്രാർത്ഥനയുടെ ഒരു അംശമുണ്ട്. പത്രോസിന് കിട്ടിയ ആ അധികാരം, ഒരു വൈദികൻ കൈകാര്യം ചെയ്യുന്ന അധികാരം, ഈസ്റ്ററിന്റെ ആഫ്റ്റർ മാത്ര, അതിന്റെ ഫലം മാത്രമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ ശുശ്രൂഷ അധികാരം ക്രൂശിതനായ ഈശോ, ആ ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർപ്പിക്കപ്പെട്ട ഈശോയുടെ ഇൻഫാലിബിലിറ്റിയാണ്, അധികാരമാണ്. അതാണ് നമ്മൾ പങ്കുപറ്റുന്നത്. ആ വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ ദിവസവും ആഴപ്പെടുന്നത്. ഉത്ഥാനം ചെയ്ത ആ കാര്യങ്ങൾ മാത്രമല്ല, ക്രൂശിതനാണ് ഉത്ഥാനം ചെയ്തത് എന്ന് നമ്മൾ മറക്കരുത്. പത്രോസ് ഇരുന്ന് ഉറങ്ങിയപ്പോഴാണ് ഈശോ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത്. പത്രോസ് ഈശോയെ നിഷേധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈശോ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത്. നമ്മൾ സുഖമായിട്ട് ഉറങ്ങുമ്പോഴും, നമ്മൾ ഈശോയെ ഗൗരവമായിട്ട് പരിഗണിക്കാത്തപ്പോഴും ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പത്രോസേ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിശാച് നിന്നെ പതിരാക്കി എടുത്ത് എറിയാതിരിക്കാൻ വേണ്ടി നീ നല്ല ഈടുറ്റ ആത്മീയത ഉള്ളവനായിട്ട് മാറണം. മരണോത്ഥാനത്തിലുള്ള ആ ഒരു നിന്റെ ആഴമായ വിശ്വാസമാണ് നിന്റെ സഭയുടെ തെറ്റാവരം.
അത് ഇല്ലെങ്കിൽ പിന്നെ മാനുഷികമായ തെറ്റാപരങ്ങളാണ്, നമ്മൾ പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങളാണ്. തെറ്റാപരം ഈ മരണത്തോടും ഉത്ഥാനത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മളുടെ ആത്മീയതയുടെ മറ്റൊരു പേരാണ്. പത്രോസിനോട് പറഞ്ഞത് അതാണല്ലോ, നിനക്ക് പാളിച്ച വരരുത്, നീ പതിരാകരുത്, നീ ശക്തിപ്പെട്ട് മറ്റുള്ളവരെയും ശക്തിപ്പെടുത്തണം. പരിശുദ്ധ പിതാവ് ഈ വിശ്വാസവർഷം നമുക്ക് തന്നത് അതിനു വേണ്ടിയാണ്. ഓരോ വൈദികനും ഇതിലാഴപ്പെട്ട് ആ വിശ്വാസികളുടെ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നമുക്ക് കിട്ടിയ അധികാരം ഉത്ഥാനത്തിന്റെ ആഘോഷം മാത്രമല്ല, ആ സഹനത്തിന്റെ ഒരു ഇന്റഗ്രേഷൻ കൂടിയാണ്. ആ സഹനം നമുക്കൊരിക്കലും മാറ്റിക്കളയാൻ പറ്റുന്നതല്ല. സഹനത്തിൽ നിന്ന് ഈശോ മാറണം എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ പത്രോസിനെ ഈശോ വിളിച്ച പേര് പിശാച് എന്നാണ്. ദിയാബലൈൻ, ഡെവിൾ. ദിയാബലൈൻ എന്ന് പറഞ്ഞാല് ഇടയ്ക്ക് എറിയുന്നവൻ എന്നാണ്. ഇടയ്ക്ക് എറിയുന്നവൻ, ഒരു കാര്യം നന്നായിട്ട് ചെയ്തു കൊണ്ടുവരുമ്പോൾ അതിനിടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിന്, അൾട്ടിമേറ്റായിട്ട് ആത്യന്തികമായിട്ട് പൈശാചിക ഇടപെടല് പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയ്ക്കെതിരാണ്. അവിടെയാണ് പിശാച് എറിയുന്നത്. പൈശാചിക ശക്തി അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈശോയും പരീക്ഷിക്കപ്പെട്ടത് അതുകൊണ്ടാണ്. സഹനത്തിൽ നിന്ന് മാറാൻ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, നീ പിശാചാണ്, നിനക്ക് കാര്യം മനസ്സിലാകുന്നില്ല. നിന്റെ ആത്മീയത സഹനവും കൂടെ മനസ്സിലാക്കി ആ മരണത്തിന്റെ ആഴപ്പെട്ട ചിന്തകളിൽ നിന്നാണ്. അങ്ങനെ വരുമ്പോഴാണ് സഭ എപ്പോഴും ഒന്നിപ്പിന്റെ ഖലയോ പലയിടത്തുനിന്ന് വിളിച്ചുകൂട്ടുന്നതിന്റെ കൂട്ടായ്മയുടെ അടയാളമാണ്. അതേസമയം സാത്താൻ എപ്പോഴും വിഭജനത്തിന്റെ, വഴക്കിന്റെ, അനൈക്യത്തിന്റെ അടയാളമാണ്. ഈശോ പറഞ്ഞതിന്റെ ആത്യന്തികമായ അർത്ഥം, നമ്മളാരും, ഒരു വൈദികനും ഒരു മേലധ്യക്ഷനും അനൈക്യത്തിന്റെ അടയാളമാകരുത്, ഐക്യത്തിന്റെ ശുശ്രൂഷകരാകണം. നമ്മളുടെ കൂട്ടായ്മ, ആ ഒന്നിപ്പ് എന്ന് പറയുന്നത് ഈശോ നമുക്ക് നൽകുന്ന പ്രാർത്ഥനയുടെ ഫലമാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും ഒരുങ്ങി നല്ലതുപോലെ കുർബാന ചെല്ലാത്തപ്പോഴും, ഭാര്യാഭർത്തൃ ദൗത്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യാത്തപ്പോഴും, യുവതീ യുവാക്കന്മാരും മദ്യപിച്ച് നിരുത്തരവാദിത്വപരമായിട്ട് പെരുമാറുമ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥന പത്രോസിലൂടെ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. നമുക്കതിനെ പരിശോധിക്കാം. ഈ സന്ധ്യയില് കർത്താവ് നമുക്ക് നൽകുന്ന നിരവധിയായ വരദാനങ്ങൾ ഓർത്ത് നന്ദി പറയാം. വിശുദ്ധ അൽഫോൻസാമ്മയോട്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനോട്, ഇവിടുത്തെ ഏറ്റവും വിശുദ്ധരെന്ന് തന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന കണ്ടീഷനുകളോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വളരെ സജീവമായ സഭ കൂട്ടായ്മ ഇവിടെയുണ്ട്. പത്രോസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വികാരിച്ചൻ നല്ലതുപോലെ തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണത്. വികാരിച്ചന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വിശ്വാസം പരിശോധിക്കാന്, തെറ്റാവരത്തിൽ നമുക്കും പങ്കുണ്ട്, വിശ്വാസ സമൂഹത്തിന് പങ്കുണ്ട് എന്ന് പഠിപ്പിക്കാൻ അച്ഛന്റെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളും നിങ്ങളെ നല്ലതുപോലെ ഒരുക്കി. ദൈവത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.